ഇന്നത്തെ നമ്മളുടെ താരം ദേ ഈ ഒരു വലിയ വഴുതനങ്ങയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പർപ്പിൾ കളറിലുള്ള സാധാരണ വഴുതനങ്ങ വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാം. അപ്പോൾ ദേ ഇതേപോലെ കനം കുറച്ചിട്ട് വട്ടത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മളിപ്പോൾ കേരള ഡിഷസൊക്കെ വേണ്ടിയിട്ട് ബംഗാളി റെസിപ്പിയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായിട്ട് ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഏതൊരു റെസിപ്പി പോസ്റ്റ് ചെയ്യുമ്പോഴും ഞാനത് ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നിയാൽ മാത്രമേ ഞാനിവിടെ പോസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ സംഭവം കിടുമായിരുന്നു. എന്നാൽ പിന്നെ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് നമ്മൾ വഴുതനങ്ങയൊക്കെ ഇതുപോലെ കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ വഴുതനങ്ങയിലൊക്കെ ഈ മസാല നല്ലതുവണ്ണം കോട്ടാവുന്ന തരത്തിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ മലയാളീസിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ, എവിടെ നല്ല ഡിഷ് കണ്ടാലും നമ്മളതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേറെ കാര്യമുള്ളൂ അല്ലേ. അപ്പം ഞാനും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. സംഭവം പൊള്ളിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള വഴുതനങ്ങ എല്ലാം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും നന്നായിട്ടൊന്ന് ആവുന്ന വരയ്ക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഒരു സൈഡ് ആയിട്ടുണ്ട്. മറ്റേ സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡ് ആവുന്ന വരയ്ക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തൈരാണ്. പുളിയില്ലാത്ത തൈര് കുറച്ച് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വഴുതനങ്ങ ഒന്നാകെ ഒന്ന് ഉടഞ്ഞു പോവാതെ നോക്കണം. ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതിലേക്ക് നമുക്കൊരു താളിപ്പ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. കടുകും ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി നന്നായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുക. ചോറിൻ്റെ കൂടെ കിടിലൻ കോമ്പിനേഷനാണ്, പറയാതിരിക്കാൻ വയ്യ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.